ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ എ ലോങ് ടൈം ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേണമെങ്കിൽ എ ലേസി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബൈ ചോറായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല, പെട്ടെന്ന് തോന്നിയാണ് അന്നൊരു വ്ളോഗ് ചെയ്താലോ, അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ചോറൊക്കെ ആയി ഊറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻകറിയാണ്. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് പകുതി തിരുമ്പി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കണം എന്ന് വിചാരിച്ചില്ല, ഇല്ലെങ്കിൽ ആദ്യം മുതലേ എടുക്കാമായിരുന്നു. അപ്പോൾ ഞാനിന്ന് ഒട്ടും വിചാരിച്ചില്ല വീഡിയോ എടുക്കണമെന്ന്. സൗണ്ടൊക്കെ പോയി കിടക്കുക, ജലദോഷമുണ്ട്. പിന്നെ പാത്രമൊക്കെ ഇവിടെ കഴുകാനുണ്ട്, പാത്രം കഴുകിയിട്ടില്ല. പിന്നെന്താ, പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എത്ര കാലം ഒരു ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഞാൻ വോയിസ് ഓവറാണ് ഇപ്പോൾ അധികവും ചെയ്യാറ്. മടിയാണ് ഗൈസ്, ഒന്നാമത് മടിയാണ്. പറയാറുണ്ട് വീഡിയോസൊന്നും കാണാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കറി ഓൾറെഡി ഇവിടെ മീനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്കിതിൽ വെളിച്ചെണ്ണ പാരാം. ഓക്കെ, വെളിച്ചെണ്ണ പാർന്നു. ലാസ്റ്റ് സ്റ്റേജും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. ഓക്കെ, ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇതിൻ്റെ പണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. മീൻകറി സെറ്റ്. അപ്പോൾ ചോറായി, മീൻകറിയായി, നമ്മളെ ചോറും കറിയും ആയിട്ടുണ്ട്. ഉപ്പേരി ഇന്നില്ല, ഉപ്പേരിക്കുള്ളതൊന്നും വാങ്ങിയില്ല. സോ ഇന്ന് ഉപ്പേരിയില്ല. പിന്നെ കഴിക്കാനാകുമ്പോഴത്തേക്കും ഞങ്ങൾ ചെറിയൊരു സ്പെഷ്യൽ സാധനമുണ്ട്. ഉള്ളി, പച്ചമുളക്, പുളി പിഴിഞ്ഞിട്ട് ഒരു ചെറിയ വിനാഗറൊക്കെ ഒഴിച്ചിട്ടൊരു ചെറിയൊരു സംഭവമുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. അത് തന്നെ മതി ചോറ് തിന്നാൻ. അത് ഞങ്ങൾ ആ ടൈം ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കും. ചോറ് തിന്നാൻ ടൈം ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കും. ഫ്രഷായിട്ട് ഉണ്ടാക്കി തിന്നുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് അന്നേരം കാണിക്കാം. പിന്നെ എന്തായാലും കുറച്ച് തിരുമ്പാനുണ്ട്. കുറച്ചും കൂടെ തിരുമ്പാനുണ്ട് ഗൈസ്. ഞാനിപ്പോൾ പാത്രം കഴുകാൻ വരികയായിരുന്നേ, അപ്പോഴേക്കും എൻ്റെ അമ്മമ്മ വന്ന് കഴുകുന്നുണ്ട് പാത്രം. ഇവിടെ അമ്മമ്മ പാത്രം കഴുകുകയാണ് ഗൈസ്. ഞാനിവിടെ വെള്ളം തുറന്നു വെച്ചിരുന്നു, മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു വിളിച്ചു. അവനോട് വർത്താനം പറയാൻ പോയപ്പോഴത്തേക്കും ഇവിടെ വെള്ളം നിറഞ്ഞു. അപ്പം ഇതിനൊരു തീരുമാനമാക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ ചോറ് ഒരു പാത്രത്തിലാക്കി വെച്ചു. അതേപോലെ കറി ഇവിടെ ഉണ്ട്. പിന്നെ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇവിടെയൊക്കെ തുടച്ചിട്ടു, അടുപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ സിങ്ക് കഴുകിയിട്ടു, എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പാത്രം കുറച്ചൊക്കെ അമ്മമ്മ കഴുകി, ബാക്കി ഞാനാണ് കഴുകിയത്. പിന്നെ ഈ പണിയുടെ പകുതിയാക്കിയിട്ടാണ് ഞാൻ അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചത്. അപ്പോൾ ഇനി ഈ പണി ബാക്കിയുണ്ട്. ഇതെടുത്ത് ഡ്രയറിലേക്ക് ഇടണം, ഉണക്കണം, വിരിക്കണം. അപ്പോൾ ഈ പണിയും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ വർക്ക് ഡൺ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഞാനായിരിക്കും ഇവിടെ ചെയ്യാറെന്ന്. അങ്ങനെയല്ല, അമ്മയും ചെയ്യാറുണ്ട്. ഇന്ന് അമ്മയ്ക്ക് എന്തോ തലവേദനയാണെന്നോ കാലുവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് എന്നെ ഏൽപ്പിച്ചു. അപ്പം ബാക്കി അടുക്കളയത്തെ പണിയൊക്കെ ഡണ്ണായിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാറാകുമ്പോൾ നമ്മൾ ആ സ്പെഷ്യൽ സാധനമല്ലേ, അതും കൂടെ ഉണ്ടാക്കി ഇപ്പം ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട് കേട്ടോ. 12:45 കഴിക്കാൻ സമയമായി. അപ്പോഴത്തേക്കും അതുണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അതിന് മുന്നേ എന്ത് ചെയ്യണം, ഇതെടുത്ത് ഡ്രയറിലിടണം, എന്നിട്ട് ഉണക്കണം, ആറിയിടണം. ഇതും കൂടെ കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് കാണാം. കുറേ നേരമായി കഴിഞ്ഞിട്ട് കാണാൻ. ഇതുവരെ ഇത് കഴിഞ്ഞില്ലേന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കാണല്ലോ ഞാൻ അടുക്കളയത്തെ പണിയൊക്കെ ഫിനിഷ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആ ടൈമിനുള്ളിൽ ഞാനത് ചെയ്തു. അപ്പോൾ ഇനി ഇതും കൂടെ എടുത്ത് ഡ്രയറിലിടണം,
കഴിഞ്ഞിട്ട് കാണാം. ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്. ഇതിലൊന്നും വെള്ളമില്ല, ഒക്കെ ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ചുണ്ട് കേട്ടോ, അതിലുണ്ട്. അപ്പോൾ ഈ ബക്കറ്റിൽ വെള്ളം കിണറ്റിൽ നിന്ന് കോരി കൊണ്ടുവെക്കണം. ഇതാണ് ഞങ്ങൾ അടുക്കളയിൽ കറിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വെള്ളം. ഓക്കെ, അപ്പോൾ അത് നിറച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിക്കണം. ഈ വെള്ളം ജഗ്ഗിൽ ഒഴിച്ച് വെക്കണം, എന്നിട്ട് വെള്ളം തിളപ്പിക്കണം. ഈ 2 പണികൾ കൂടെ ഉണ്ട് അടുക്കളയിൽ. അത് പിന്നെ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് ഞാൻ ഈ വാഷിംഗ് മെഷീൻ ഒന്ന് ഒതുക്കണം. അപ്പോൾ ഇത് ഒതുക്കിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ചോറുന്നുള്ള നേരമായി. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പുളിയും മുളകും ഒരു സ്പെഷ്യൽ സാധനമല്ലേ, അതിന് വേണ്ട സാധനങ്ങളാണിത്. ഇത് പുളി ഇത്തിരി ഉള്ളൂ കേട്ടോ, കുറച്ചിട്ടാൽ മതി പുളി. പിന്നെ ഉള്ളി, പച്ചമുളക്. ഇത്തിരി സ്പെഷ്യൽ സാധനം ഞാൻ ഒഴുക്കി നേരം പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ വിനെഗർ കൂടെ. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഉള്ളി മുളകൊന്ന് അരിയാം. ഓക്കെ ഗൈസ്, നിങ്ങൾ ഉള്ളി അരിയുമ്പോൾ കണ്ണെരിയാതെക്കണമെങ്കിൽ ഒരു ടിപ്പുണ്ട് ഗൈസ്. എന്താണെന്നറിയോ? ഉള്ളീൻ്റെ ഈ നടുക്കുള്ള ഈ ഇതില്ലേ, ഇത് കളയാതെ അരിയുക. അപ്പോൾ കണ്ണെരിയില്ല എന്നാണ് പറയുന്നത്. ആരോ പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ. ഒരിക്കൽ പരീക്ഷ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇത്തവണ ഇത് അരിഞ്ഞു പോയി. നമുക്ക് കരഞ്ഞുകൊണ്ട് ചെയ്യാം. ഓക്കെ, കുനുകുന അരിയണം ഗൈസ്, കുനുകുന. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഡോറേൻ്റെ ഫാനാണോ ഗൈസ്? ഞാൻ ഡോറേൻ്റെ ഫാൻ ആയിരുന്നു. ആദ്യം ഞാൻ ഡോറയാണ് സ്ഥിരമായി കാണാറുണ്ടായിരുന്ന കാർട്ടൂൺ. പിന്നെ കൊച്ചു ടി വിയിലുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും കാണുമായിരുന്നു. നിങ്ങൾ ഏത് കാർട്ടൂണിൻ്റെ ഫാനാണ് ഗൈസ്? കമൻറ്റ് ബിലോ. ഗൈസ്, ഇത് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. ശർക്കര പാനിയാണ് ഗൈസ്. കുറച്ച് ഉപ്പ്, വിനെഗർ. ഇനി നമുക്ക് ഈ സ്പൂണ് മാറ്റി വെച്ച് നന്നായി കൈ കൊണ്ട് ഉടയ്ക്കാം ഗൈസ്. അതാണ് അതിൻ്റെ മെയിൻ. ഇത് ഞങ്ങൾ നേരത്തെ ആക്കി വെച്ചതാണ് കേട്ടോ ഗൈസ്. ഇതിൽ കുപ്പി നിറച്ചുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഒഴിച്ചൊഴിച്ച് തീർന്നതാണ്. ഇതാണ് സ്ഥിരം പണി. ഇതാണ് നമ്മളുടെ പുളിയും മുളകും. ഇത് കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. ഇത് മതി അല്ലേ അമ്മ? അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഹലോ വൺസ് അഗെയിൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. ഫുഡ് കഴിച്ചു. ഇനി കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്. ഏതാണെന്നറിയാം ഗൈസ്, കേരളോത്സവത്തിന് പോയിരുന്നു. ഒരു ഫോക്ക് ഡാൻസ് ചെയ്തു. അതിൻ്റെ ഒരു BTS ഞാൻ അന്ന് എടുത്തു വെച്ചിരുന്നു. അതിൻ്റെ ഒരു BTS ഞാൻ അന്ന് എടുത്തു വെച്ചിരുന്നു. ഇതുവരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ല. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വ്ളോഗ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ ഞാൻ അത് എഡിറ്റ് ചെയ്ത് കഴിയില്ല. എല്ലാത്തിനും ഒരു മടി പിടിച്ചു ഗൈസ്. വീട്ടിലിരുന്നിരുന്ന് മടിയായി. എനിവേ, അത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തെങ്ങാനും പോസ്റ്റ് ചെയ്യായിരിക്കും. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണം. വേറെ ഒന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പം എന്താ ഗൈസ്, ലേസി ഡേ അല്ലേ? വ്ളോഗ് പറഞ്ഞ പോലെ തന്നെ ലേസി ആണെന്ന് തോന്നുന്നു. എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. ഉച്ച വരെ ഭയങ്കര ബിസി ആയിരിക്കും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ റീൽസ് സ്ക്രോൾ ചെയ്യുക, യൂട്യൂബിൽ പോവുക, ഓരോ വീഡിയോസ് കാണുക, ഇരിക്കുക. ഇപ്പോൾ ഒരു സിനിമ കണ്ടുവരികയാണ്. പഴയ സിനിമകളൊക്കെ ഇരുന്ന് കാണും. പുതിയ സിനിമകളൊന്നിനും കൊള്ളില്ല ഗൈസ്.
പുതിയ സിനിമകൾ കൊള്ളൂല എന്നല്ല, അതൊക്കെ ഒരു തവണയെ കാണാൻ പറ്റുള്ളൂ. പഴയ സിനിമയൊക്കെ എത്ര തവണയെങ്കിലും കാണാം, ഒരു മടുപ്പും ഉണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ സിനിമേൻ്റെ ഒരു പ്രത്യേകത, ഒരു തവണയെ കാണാൻ പറ്റും. അടുക്കള പണിയെടുത്ത് അതിൻ്റെ ഇടയിൽ ഒരു മുറി ഉണ്ടായി ഉണ്ടോ, ഇത് ചിരവേൻ്റെ വാല് തട്ടിയതാണ്. അപ്പം എന്തായാലും ഞാനിതൊന്ന് എഡിറ്റ് ചെയ്ത് തീർക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം വൈകുന്നേരമായി നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ചായപാത്രം എടുത്ത് ചായ വെക്കും. അപ്പോൾ നമുക്കും ചായ വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉറക്കം പാസ്സാക്കി ഞാൻ കണ്ണൊക്കെ ഇങ്ങനെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു. ഇനി നമുക്കൊരു ടീ കുടിക്കാം. ടീ, പാല്, എനിക്കധികം പാലൊഴിച്ച ചായ ഇഷ്ടമല്ല, അധികം പാലൊഴിക്കാറില്ല. കുറച്ച് പാലൊഴിച്ച് കുറേ വെള്ളം ഒഴിക്കും. നല്ല നേർമേൽ കുടിക്കാനാണ് ഇഷ്ടം. അധികം പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. പാൽ ചായയാണോ? പാൽ ചായയാണ്, അത്ര മതി. അതിൻ്റെ ഇടയ്ക്കും ഓരോ തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ട്. ചായ അടുപ്പത്ത് വെച്ചു കേട്ടോ. ജലദോഷം ഗൈസ്. അപ്പം ചായ അവിടെ തിളയ്ക്കട്ടെ. ഓക്കെ, ഗൈസ്, അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ. ചായക്ക് ബ്രെഡും ജാമുമുണ്ട്, ബിസ്ക്കറ്റുണ്ട്, മിക്സ്ചറുണ്ട്. പഞ്ചസാര ഇല്ലാതെ അമ്മ പിന്നെ ഇട്ടു. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നൈറ്റ് റൂട്ടീനും കൂടെ കാണിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. രാത്രി ഒന്നും ചെയ്യാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മുഖം വാഷ് ചെയ്യും. പിന്നെ ഞാൻ സ്ഥിരമായി തേക്കുന്ന സാധനം ഇത് മാത്രമേ എൻ്റെ മുഖത്ത് തേക്കാറുള്ളൂ. അലോവേര ജെല്ലാണ്, അത് തേക്കും. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം. ഇനി അങ്ങോട്ട് വ്ളോഗ് ഇടാൻ ശ്രമിക്കാം. എപ്പോഴും ഞാൻ എല്ലാ വ്ളോഗിലും ഇങ്ങനെയാണ് പറയാറുള്ളത്, ഒരു മാസം കഴിഞ്ഞിട്ട് കേൾക്കും പിന്നെ ഒരു അടുത്ത വ്ളോഗ് വരിക. എന്തായാലും ഐ വിൽ ട്രൈ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സമയം 10:51 എല്ലാവരും പോയി കിടന്നോളൂ. ബൈ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. പോട്ടെ, ശരി.